ലോകത്തെ ഒന്നടങ്കം ആവേശത്തിലാക്കിയ സിനിമയായിരുന്നു വിജയ് നായകനായെത്തിയ ലിയോ. ലോകേഷ് കനകരാജ്, വിജയ് തുടങ്ങി 2 ബ്രാൻഡ് നെയിമുകളാണ് ലിയോക്ക് ഇത്രമാത്രം ഹൈപ്പ് നൽകിയത്. പ്രീ റിലീസ് പബ്ലിസിറ്റി നേടിയിരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരുന്നത്. ലിയോയ്ക്ക് പിന്നാലെ അടുത്ത സൂപ്പർ ഹിറ്റ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാനുള്ള തിരക്കിലാണ് തമിഴകത്തിന്റെ സ്വന്തം ദളപതി. അതെ, വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതി 68. ലിയോക്ക് ലഭിച്ചതുപോലെ തന്നെ പ്രഖ്യാപനം മുതൽ ദളപതി 68 തമിഴകത്തെ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചിത്രത്തിന്റേതായി പുറത്തെത്തുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നത്. ദളപതി 68 ഒരു ഹോളിവുഡ് ചിത്രത്തിന്റെ റീമേക്ക് ആണെന്നതാണ് ചർച്ചാ വിഷയം. 2019 ആംഗ്ലി സംവിധാനം ചെയ്ത് ഹോളിവുഡിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ജെമിനി മാനുമായി കമ്പയർ ചെയ്താണ് പുതിയ അഭ്യൂഹങ്ങൾ പുറത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ജെമിനി മാനിൽ വിൽ സ്മിത്ത് ട്രിപ്പിൾ റോളിലാണ് എത്തിയത്. 51കാരനായ ഒരു ക്യാരക്ടറിന് പുറമെ പ്രായം കുറഞ്ഞ മറ്റൊരു ക്യാരക്ടറിലും നടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ദളപതി 68ലേക്ക് വരുമ്പോൾ വിജയ് ട്രിപ്പിൾ റോളിലാണ് എത്തുക എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരുന്നു. അതിലൊരു കഥാപാത്രം 19കാരനായിട്ടാണെന്നും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ജെമിനി മാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ചിത്രമായിരിക്കുമോ ദളപതി 68 എന്നാണ് ആരാധകർക്കിടയിലെ പ്രധാന ചർച്ച. ഇതിനു മുൻപ് പുറത്തിറങ്ങിയ വിജയുടെ ലിയോ ഡേവിഡ് ക്രോണൻബർഗിന്റെ എ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ടൈം ട്രാവലിംഗ് കൺസെപ്റ്റിലുള്ള ചിത്രത്തിൽ ഫ്ലാഷ് ബാക്കിലായിരിക്കും 19കാരനായി വിജയ് എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. വിജയെ 19കാരനാക്കാൻ മാത്രമായി 6 കോടിയോളം രൂപ ചെലവ് വരുന്ന ഡിജിറ്റൽ ഡി-ഏജിംഗ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്നും പ്രോസ്തെറ്റിക് മേക്കപ്പ് ഉപയോഗിച്ചും നടൻ ഫ്ലാഷ് ബാക്കിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് തുടങ്ങി വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതേസമയം ദളപതി 68ന്റെ പേര് സംബന്ധിച്ചുള്ള ഒരു വാർത്തയും അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ബോസോ പസിലോ ആയിരിക്കും വിജയുടെ ദളപതി 68ന്റെ യഥാർത്ഥ പേരുകൾ എന്നാണ് പ്രചരിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇതിൽ വാസ്തവമില്ലെന്ന് വ്യക്തമാക്കി ചിത്രത്തിന്റെ നിർമ്മാതാവ് അർച്ചന കൽപ്പാത്തി രംഗത്തെത്തുകയും ചെയ്തു. പ്രചരിക്കുന്നതിൽ വാസ്തവമില്ലെന്നും യഥാർത്ഥ പേരിനായി കാത്തിരിക്കുമെന്നായിരുന്നു അർച്ചന കൽപ്പാത്തി സംഭവത്തിൽ പ്രതികരിച്ചത്. ജെമിനി മാൻ പരാജയപ്പെട്ട ചിത്രമായതുകൊണ്ട് തന്നെ അത് റീമേക്ക് ചെയ്ത് ദളപതി 68 എത്തുമ്പോൾ എത്രമാത്രം സ്വീകാര്യത ലഭിക്കുമെന്നതിൽ ആരാധകർക്ക് നേരിയ ആശങ്കയുണ്ട്. എന്തായാലും വമ്പൻ മേക്ക് ഓവറിലായിരിക്കും വിജയ് പുതിയ ചിത്രത്തിൽ എത്തുക എന്ന കാര്യം ഉറപ്പാണെന്നാണ് ആരാധകർ ഉൾപ്പെടെ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.